മെസ്സി കേസാണോ വിജിലൻസിന് കൊടുക്കുന്നു? അല്ല, നമ്മൾ ഇത് മെസ്സി കേസ് അർജന്റീന ഫുട്ബോൾ ഫെഡറേഷൻ ഒരു കേസാണ്. അതെങ്ങനെയാണ് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് പരിശോധിക്കാൻ പോകുന്നത്, അന്വേഷിക്കാൻ പോകുന്നത്? അല്ല, നമ്മളെല്ലാവരും പൊട്ടന്മാരാണോ എന്നാണ് വിചാരിക്കുന്നത് വി.ഡി. സതീശൻ? ഇത് CBI അല്ലേ നോക്കേണ്ടത്? ഇതെല്ലാം ഒരു ഫിക്സ്ഡ് മാച്ച് ആണെന്ന് എനിക്ക് പറയാൻ ഒരു സംശയമില്ല. എൻ്റെ ഒരു അഭിപ്രായമാണ്. അതിൻ്റെ ബേസിസ് അത് ചർച്ച ചെയ്യട്ടെ, അതിൻ്റെ വിഷയങ്ങളെല്ലാം മുമ്പോട്ട് വെക്കട്ടെ. ഞങ്ങളതിൽ പോയി ചാടി അതിൻ്റെ ഒരു അഭിപ്രായം പറയാൻ ഞങ്ങൾക്ക് അങ്ങനെ താല്പര്യമില്ല. അവർ വിഷയങ്ങൾ മുമ്പോട്ട് വെക്കട്ടെ. ആ ചർച്ച ഒരു ഓപ്പൺ കൺസൾട്ടേറ്റീവ്, ഇങ്ങനെ റീഓർഗനൈസേഷൻ നടക്കുകയാണെങ്കിൽ ഒരു ഓപ്പൺ കൺസൾട്ടേറ്റീവ് ചർച്ച നടക്കണം എന്നാണ് ഞങ്ങളൊരു ആവശ്യം. എന്താ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ. അത് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷെ ചർച്ച ചെയ്തിട്ട് ചെയ്യണം. ജനങ്ങളെ ഗുണം വിശ്വാസത്തിൽ എടുത്ത് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ഒരു ആവശ്യം. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള. അതിലിപ്പോ ഈ ശബരിമല കട്ടിളപ്പാളി കേസിൽ കഴിഞ്ഞ സർക്കാർ നിർത്തിയെടുക്കും കൂടുതൽ അന്വേഷണമില്ലാതെ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുകയാണ് SIT. അതല്ല ഞാൻ പറഞ്ഞത്. CPM-ന്റെ അഴിമതി ഒരു പ്രധാന വിഷയമാക്കിയത് ഞങ്ങളും ആക്കി, UDF ആക്കി. ഒരു ഒറ്റ കാര്യത്തിൽ വി.ഡി. സതീശൻ സർക്കാർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എല്ലാം ഡൈല്യൂഷനാണ്. എവിടെ നോക്കിയാലും അവർ ഡൈല്യൂട്ട് ചെയ്യാണ്. ശബരിമല കൊള്ളയാണോ ഡൈല്യൂട്ട് ചെയ്യുന്നു, എക്സാലോജിക്കാണോ ഡൈല്യൂട്ട് ചെയ്യുന്നു, മറ്റു വിഷയം രാവിലെ ചർച്ച മെസ്സി കേസാണോ വിജിലൻസിന് കൊടുക്കുന്നു? അല്ല, നമ്മൾ ഇത് മെസ്സി കേസ് അർജന്റീന ഫുട്ബോൾ ഫെഡറേഷൻ ഒരു കേസാണ്. അതെങ്ങനെയാണ് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് പരിശോധിക്കാൻ പോകുന്നത്, അന്വേഷിക്കാൻ പോകുന്നത്? അല്ല, നമ്മളെല്ലാവരും പൊട്ടന്മാരാണോ എന്നാണ് വിചാരിക്കുന്നത് വി.ഡി. സതീശൻ? ഇത് CBI അല്ലേ നോക്കേണ്ടത്? ഇതെല്ലാം ഒരു ഫിക്സ്ഡ് മാച്ച് ആണെന്ന് എനിക്ക് പറയാൻ ഒരു സംശയമില്ല. എൻ്റെ ഒരു അഭിപ്രായമാണ്. എലക്ഷന്റെ സമയത്ത് ഓരോന്ന് പറയും, എലക്ഷൻ കഴിഞ്ഞ് 100 ദിവസം കഴിഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് കാർഡ് എടുത്താൽ ഒരു കാര്യം ചെയ്യില്ല. രണ്ടല്ല ഒന്നാണ് ഞങ്ങൾ എലക്ഷന് മുമ്പ് പറഞ്ഞതാണ്, ഇന്നും പറയുന്നു. ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം അപകട രാഷ്ട്രീയമാണെന്നാണ് നിങ്ങൾ നിലമ്പൂർ ഇലക്ഷൻ സമയത്ത് തുടങ്ങി പറയുന്നത്, ഇന്നും ഞങ്ങൾ പറയുന്നു. ശരി, അവിടെ അർജന്റീന ഫുട്ബോൾ കമ്മീഷൻ ഉണ്ടായിരുന്നല്ലേ അയോധ്യയില്? നിങ്ങൾ എന്തിനാണ്